ഞാൻ പ്രദീപ് മേച്ചേരി. ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേര് അത്രി മഹർഷിയും ശുചീന്ദ്രം ക്ഷേത്രം. അതാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള അത്രി മഹർഷി അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള അനസൂയാദേവിയും കൂടി തപസ് ചെയ്യണം. കുറേ കാലം തപസ് ചെയ്തു. അപ്പോൾ അവർ കുറേ കാലം അങ്ങനെ തപസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾക്ക് എന്താണ് വരം വേണ്ടത്? അപ്പോൾ അത്രി മഹർഷി പറഞ്ഞു, ഞങ്ങൾക്ക് മുക്തി ലഭിക്കണം, അല്ലെങ്കിൽ മോക്ഷം ലഭിക്കണം. അതല്ലാണ്ട് വേറെ ഒരു ആഗ്രഹവും ഞങ്ങൾക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് തപസ് ചെയ്യുന്നത്. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, കുറേ കാലമായി അങ്ങ് തപസ് ചെയ്യണു, അതൊക്കെ എനിക്ക് മനസ്സിലായി. എന്നാലും മുക്തി അല്ലെങ്കിൽ മോക്ഷം കിട്ടണമെങ്കിൽ കുറച്ച് കാലം കൂടി തപസ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി അങ്ങ് പശ്ചിമപർവ്വതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ജ്ഞാനാരണ്യം എന്ന പേരുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കടലിൻ്റെ അടുത്താണ്, സുന്ദരമായിട്ടൊരു സ്ഥലമാണ്, വളരെ മനോഹരം ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇരുന്ന് തപസ് ചെയ്യും. അപ്പോൾ അവിടെ ചെന്ന് തപസ് ചെയ്യുമ്പോൾ കുറച്ച് കാലം കൂടി തപസ്സൊക്കെ ചെയ്യുമ്പോൾ അങ്ങേക്ക് മുക്തി കിട്ടും. ഇവിടത്തേക്കാളും കുറച്ചുകൂടി നല്ല സ്ഥലം അവിടെയാണ് എന്ന് പറഞ്ഞിട്ട്, അപ്പം അങ്ങനെ അത് കേട്ടപ്പോൾ അത്രി മഹർഷിയും അനസൂയാദേവിയും കൂടി അവിടേക്ക് പുറപ്പെട്ടു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ സൗന്ദര്യമുണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ അവരവിടെ ഒരു പർണശാലയൊക്കെ കെട്ടി തപസ്സൊക്കെ ആരംഭിച്ചു. അപ്പോൾ അതോടെ ഇവർ തപസ് ആരംഭിക്കുന്നതോടുകൂടി തന്നെ മുമ്പേ തന്നെ നല്ലൊരു സ്ഥലമായിരുന്നു, അതിനെ ഒന്നും കൂടി ദേവന്മാർക്കും എല്ലാവർക്കും ആ സ്ഥലത്തിനോട് കൂടുതലൊരു പ്രതിപത്തിയും കൂടിയായി. അപ്പം അങ്ങനെ ഈ പർണശാലയൊക്കെ കെട്ടി അവിടെ തപസ്സിരിക്കുന്ന കാലത്ത് കുറച്ച് ദിവ്യന്മാരായിട്ടുള്ള കുറച്ച് താമസന്മാർക്ക് ഹിമാലയത്തിൽ വെച്ച് ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ ഹിമാലയത്തിൽ യാഗം നടത്തുമ്പോൾ അപ്പോൾ അവർ അത്രി മഹർഷി ഈ യാഗത്തിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ അത്രി മഹർഷി പറഞ്ഞു, ഞാൻ യാഗത്തിന് വരാം. അപ്പോൾ അതിനു വേണ്ടി അത്രി മഹർഷി പുറപ്പെട്ടു പോവാറായപ്പോൾ അപ്പോൾ അത്രി മഹർഷിയുടെ ഭാര്യ വളരെ പതിവ്രതയാണ്, അനസൂയാദേവി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് കഴുകിച്ചിട്ടാണ് പറഞ്ഞയക്കുക. എന്നിട്ട് ആ കാല് കഴുകിച്ച വെള്ളം ഒരു പാത്രത്തിലാക്കി അവർ പർണശാലയിൽ സൂക്ഷിച്ചു വെച്ചു. അതിന് ശേഷം അദ്ദേഹത്തിനെ പറഞ്ഞയച്ചു. അപ്പോൾ ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിനും സ്നേഹമായി, കുറച്ചൊരു ബഹുമാനം കൂടി ആയി എന്ന് തന്നെ പറയാം. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പം അദ്ദേഹം ഹിമാലയത്തിൽ യാഗത്തിൻ്റെ അവിടെ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള താമസന്മാരൊക്കെ പറഞ്ഞു, അങ്ങ് തന്നെ മുഖ്യ പുരോഹിതനാവണം, ഹൃത്തിക്കായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആള്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അത്രി മഹർഷിയായി യാഗത്തിൻ്റെ നടത്തിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള്. അപ്പോൾ അങ്ങനെ അവിടെ യാഗം നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ദേവർഷികൾ, ബ്രഹ്മർഷികൾ, രാജർഷികൾ, അങ്ങനെയുള്ള ഋഷിമാരെല്ലാവരും ദേവന്മാരും എല്ലാവരും അവിടെ സന്നിഹിതരായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും യാഗം വളരെ കേമായി എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ്. പക്ഷെ അതിൽ ത്രിമൂർത്തികളും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ത്രിമൂർത്തികൾക്ക് മാത്രം എന്തോ ഒരു വിഷമമുണ്ട്. അപ്പം എന്താ ത്രിമൂർത്തികൾക്ക് ഇങ്ങനെ ഒരു വിഷമം വരാൻ കാരണം എന്ന് വെച്ചാൽ, അപ്പം അവർക്കൊരു ചെറിയ പേടി കാരണമാണ്. കാരണം ഇന്ദ്രൻ ഈ യാഗം എത്രത്തോളം കേമാവുന്നു അതനുസരിച്ച് ഇന്ദ്രന് സ്ഥാനഭ്രംശം വരുമെന്നുള്ളൊരു ഭയം ഉണ്ട്. ഇന്ദ്രന്റെ സ്ഥാനം പോകുമെന്നുള്ളൊരു പേടിയാണ് അതിനൊരു കാരണം. അപ്പോൾ ഇപ്പം എന്തെങ്കിലും ഒരു ഉടക്ക് വെക്കണം എന്നൊരു ആലോചന ത്രിമൂർത്തികൾക്ക് ഇല്ലായില്ല. അപ്പം അവര് ഈ യാഗം മുടക്കാൻ എന്താ ഒരു വഴി എന്നൊക്കെ ആയിട്ട് ഈ നാരദനുമായിട്ട് സംസാരിക്കും. അപ്പൊ നാരദന് പല വഴികളൊക്കെ പറയും. അപ്പോൾ ഇവരതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ എന്നിട്ട് എന്തായാലും ഞാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞു നാരദൻ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നാരദൻ ആകാശ മാർഗെ കുറച്ച് ദൂരമൊക്കെ യാത്ര ചെയ്ത് അനസൂയാദേവിയുടെ ആശ്രമത്തിൽ ജ്ഞാനാരണ്യത്തിൽ ചെന്ന് അവിടെ അനസൂയയുടെ ആശ്രമത്തിൽ ചെന്ന് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അനസൂയാദേവി വളരെ ആതിഥ്യ മര്യാദയോടുകൂടി സ്വീകരിച്ചു. ഫലമൂലാദികളൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ കൊടുത്ത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അവരെ അനുഗ്രഹിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു
തിരിച്ചു പോരുന്ന വഴിക്ക് നാരദന്റെ തപശക്തി കൊണ്ട് കുറച്ച് ഇരുമ്പ് ഇരുമ്പ് ഇരുമ്പോണ്ട് ധാന്യം ഉണ്ടാക്കി. ഇരുമ്പിന്റെ ധാന്യം തപശക്തി ഉണ്ട്. എന്നിട്ട് ആ ധാന്യം എന്ത് ചെയ്തു വെച്ചാൽ ത്രിമൂർത്തികളുടെ പത്നിമാര് ലക്ഷ്മി, പാർവതി, സരസ്വതി 3 പേരെ എടുത്തിട്ട് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇതൊന്ന് വേവിച്ച് തരണം, ഈ ഇരുമ്പിന്റെ ധാന്യം ഒന്ന് വേവിച്ച് തരണം. അപ്പൊ അവരെല്ലാവരും കൂടി പറഞ്ഞു, നാരദന് ബുദ്ധിഭ്രംശമാണ്, ഇരുമ്പ് ധാന്യമൊക്കെ എങ്ങനെ വേവിക്കാൻ പറ്റുക? ഞങ്ങൾക്കൊന്നല്ല, ആർക്കും ഈ ഇരുമ്പിന്റെ ധാന്യമൊന്നും വേവിക്കാൻ പറ്റില്ല, അത് ഉറപ്പാണ്. അപ്പൊ ഞാൻ ഒരു മനുഷ്യ സ്ത്രീയെ കൊണ്ട് ഈ ഇരുമ്പിന്റെ ധാന്യം വേവിച്ച് തരാം എന്ന് പറഞ്ഞ് നാരദൻ പതുക്കെ അവിടെ നിന്ന് തിരിച്ചു പോയി. അത് കഴിഞ്ഞ് നേരെ അനസൂയാദേവിയുടെ അടുത്ത് ചെല്ലും. എന്നിട്ടപ്പൊ അനസൂയാദേവിയോട് പറഞ്ഞു, എനിക്ക് ഞാൻ കുറച്ച് ഇരുമ്പിന്റെ ധാന്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇതൊന്ന് വേവിച്ച് തരണം. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ വേവിച്ച് തരാം എന്ന് പറഞ്ഞ അപ്പൊ തന്നെ അത് വേവിച്ച് പാകപ്പെടുത്തി നാരദനെ ഏൽപ്പിക്കും. ഇപ്പൊ നാരദനപ്പോ ഈ ത്രിമൂർത്തികളുടെ ഭാര്യമാര് ഇത് പറ്റില്ല എന്ന് പറഞ്ഞുള്ള വിവരമൊന്നും ഈ അനസൂയയോട് പറഞ്ഞില്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നാരദൻ പോയത് ത്രിമൂർത്തികളുടെ അടുത്തേക്കാണ്. ത്രിമൂർത്തികളുടെ അടുത്തെത്തിയിട്ട് നാരദൻ പറഞ്ഞു, അത്രി മഹർഷിയുടെ യാഗം മുടക്കാൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ അനസൂയാദേവിയുടെ പാതിവൃത്യം പരിശോധിക്കും. അതാണ് അതിന് പറ്റിയൊരു വഴിയെന്ന് നാരദൻ ത്രിമൂർത്തികളോട് പറയും. അപ്പൊ ഇത് കേട്ടപ്പോൾ അടുത്ത് തന്നെ ഈ ത്രിമൂർത്തികളുടെ ഭാര്യമാരെ അടുത്ത് അത് ശരിയാണ്. അപ്പൊ അവര് സപ്പോർട്ട് ചെയ്തു. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഒരു നാണക്കേട് പറ്റിയതാണല്ലോ ഇരുമ്പിന്റെ ധാന്യത്തിന്റെ കാര്യത്തില്, ഇരുമ്പ് ധാന്യം വേവിക്കുന്ന കാര്യത്തില്. അപ്പൊ അവരും സപ്പോർട്ട് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ അതിനെന്താ ഒരു വഴി എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതിനൊക്കെ വഴിയുണ്ട് എന്ന് നാരദൻ പറഞ്ഞ് അപ്പൊ അങ്ങനെ ത്രിമൂർത്തികള് വൃദ്ധ താപസന്മാരെ വേഷമൊക്കെ ആയി. അങ്ങനെ ആ ഒരു വേഷത്തില് അനസൂയ ദേവിയുടെ ആശ്രമത്തിൽ ചെല്ലുണ്ട്. അപ്പൊ ചെന്നപ്പോ ഈ അനസൂയാദേവി വളരെ ആദരവോടുകൂടി അവരെ സ്വീകരിച്ചു. അവർക്ക് ഫലമൂലാദികളൊക്കെ കൊണ്ടുവന്നു. വിളമ്പാൻ അങ്ങോട്ട് തുടങ്ങി. അപ്പോഴേക്കും ഈ വൃദ്ധ താമസന്മാരെ എണീറ്റു. ത്രിമൂർത്തികൾ വേഷം മാറി വന്നിട്ടുള്ള വൃദ്ധ താമസന്മാരെ അങ്ങനെ എണീറ്റു. അയ്യോ അപ്പോഴേക്കും ഈ അനസൂയ ദേവിക്ക് വിഷമം, എന്താ കഴിക്കാണ്ട് എണീറ്റ് പോണേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ നഗ്നരായിട്ട് ആരാണോ വിളമ്പി തന്നെ അപ്പം മാത്രമേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുള്ളൂ, അല്ലാണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കില്ല. അപ്പൊ അത് കേട്ടപ്പോ ഈ അനസൂയ ദേവിക്കും ആകെ ഒരു വിഷമായി. കാരണം നഗ്നയായിട്ട് വിളമ്പി കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ധർമ്മഭ്രംശമാണ്, ധർമ്മത്തിന് വിരുദ്ധമാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അത് മാത്രമല്ല, ഇനിയിപ്പോ ഇവര് വന്നിട്ട് ഭക്ഷണം കൊടുക്കാതിരിക്കുക വെച്ചാൽ അതിലും വലിയൊരു വിഷമാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നു, അന്ന് ഈ അത്രി മഹർഷിയുടെ പാദതീർത്ഥം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അത് എടുക്കാം. അതെടുത്തിട്ട് ഈ മനസ്സിൽ നന്നായിട്ട് ധ്യാനിച്ചിട്ട് ഇപ്പൊ ഞാൻ എൻ്റെ ഭർത്താവിനെ പരിചരിച്ച് എനിക്ക് നന്നായിട്ട് പാതിവൃത്യമൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഇവർ 3 പേരും കുട്ടികളായി തീരണം, ചെറിയ കുട്ടികൾ. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് ഈ തീർത്ഥം അങ്ങോട്ട് തളിച്ചു. അത്ഭുതമേ പറയുള്ളൂ. ആ സമയത്ത് എല്ലാവരും കുട്ടികൾ ഇപ്പൊ പ്രസവിച്ച കുട്ടികളെ പോലെ കൈയും കാലൊക്കെ ഇട്ട് അടിച്ച് നിലത്ത് ഇങ്ങനെ കിടക്കുകയാണ് ത്രിമൂർത്തികൾ. അപ്പൊ അങ്ങനത്തെ ഒരവസ്ഥയിലായി. അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ എന്ത് ചെയ്തു വെച്ചാൽ ഈ കുട്ടികളെയൊക്കെ ഒക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഒരു വലക്കലം കൊണ്ട് ഒരു തൊട്ടിലൊക്കെ ഉണ്ടാക്കി മരത്തും അവര് തൊട്ടിൽ കിടത്തി അവരെ ഉറക്കി. അതിന് ശേഷം അരുന്ധതി ദേവി വസ്ത്രം കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. അത് വരെ നഗ്നയായിട്ട് തന്നെ ഈ ഭക്ഷണം കൊടുക്കലും ഈ കുട്ടികളെ തൊട്ടിൽ ആക്കി ഉറക്കലും വരെ വസ്ത്രമൊന്നും ഇല്ലാതെ നഗ്നയായിട്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വസ്ത്രമൊക്കെ കൊടുത്തു. അപ്പൊ അങ്ങനെ അപ്പൊ അതൊക്കെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ത്രിമൂർത്തികളെ കാണാതെ അപ്പൊ
മൂന്ന് പേർക്കും ആകെ പരിഭ്രമായി. ഭർത്താക്കന്മാരെ കാണാനില്ലല്ലോ. അപ്പൊ അവര് ചെന്ന് അപ്പൊ ത്രിമൂർത്തികൾ നാരദന്റെ അടുത്ത് ചെന്നിട്ട് അന്വേഷിച്ചു പോയി, ഞങ്ങളുടെ ഭർത്താക്കന്മാരൊന്നും കാണാനില്ല, ഇപ്പൊ അവര് എവിടെയാ? അപ്പൊ നാരദൻ കഥകളൊക്കെ പറയും. ഇപ്പൊ അവരിങ്ങനെ കുട്ടികളായിട്ട് ഇരിക്കുകയാണ്, കുട്ടികളായിട്ട് തൊട്ടില് കിടക്കുകയാണ്. അപ്പൊ എന്താ അവരൊന്ന് കൊണ്ടുവരാൻ ഒരു വഴി? അപ്പൊ ഒരൊറ്റ വഴിയുള്ളൂ, നിങ്ങൾ മൂന്ന് പേരും കൂടി ചെന്ന് അനസൂയാദേവിയോട് യാചിക്കണം, എന്നാൽ മാത്രമേ ഈ അവര് സമ്മതിക്കുള്ളൂ, വേറൊരു വഴിയില്ല. അപ്പൊ അങ്ങനെ കുറച്ചൊരു വിഷമമൊക്കെ ഉണ്ടെന്ന് വെച്ചാലും പാർവതിയും ലക്ഷ്മിയും സരസ്വതിയും എല്ലാവരും കൂടി അനസൂയാദേവിയുടെ ആശ്രമത്തിലെത്തി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ ഈ കുട്ടികളായിട്ടുള്ള ആൾക്കാർ ശരിയായിട്ടുള്ള രൂപം ഒന്ന് ആക്കി തരണം, വേറെ ഒരു നിവൃത്തിയില്ല എന്നൊക്കെ ആയിട്ട് യാചിക്കും. അപ്പൊ പറയും, എൻ്റെ ഭർത്താവ് ഹിമാലയത്തിൽ യാഗത്തിന് പോയിക്കാണ്, അദ്ദേഹം തിരിച്ചു വന്നിട്ടല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല എന്ന് പറയും. അപ്പൊ അത് കേട്ടതോടുകൂടി അവര് ആകെ വിഷമിച്ച് തിരിച്ചു പോരും. അപ്പൊ അങ്ങനെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ അത്രി മഹർഷി യാഗമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരും. തിരിച്ചു വന്നപ്പോ പറയും, തിരിച്ചു വന്നപ്പോ ഈ തീർത്ഥം വെള്ളം എടുത്ത് വീണ്ടും തളിക്കും. തളിക്കണോടുകൂടി ഒരു പൂർവ്വസ്ഥിതിയിലാവും. ത്രിമൂർത്തികള് അവിടെ ആവിർഭവിച്ചതോടുകൂടി അപ്പൊ അവിടെ ഒരു ശൈവലിംഗവും അതോടൊപ്പം തന്നെ ഒരു മരവും അവിടെ ആവിർഭവിച്ചു. അപ്പൊ അതാണ് സ്ഥാണുനാഥാലയനായിട്ടാണ് അവിടെ പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ആ സ്ഥലത്ത് ഈ ത്രിമൂർത്തികളുടെ അപ്പൊ ഈ ശിവലിംഗത്തിന് ത്രിമൂർത്തികളുടെ സാന്നിധ്യം കൂടി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആ മരവും അപ്പൊ അടുത്ത ഇപ്പോഴും ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അന്നുണ്ടായ ആ മരം ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതിനുശേഷം അഹല്യ സംപ്രാപ്തി കഴിഞ്ഞ് ഇന്ദ്രൻ ബ്രഹ്മത്യ ഇപ്പൊ ത്രിമൂർത്തികള് അവിടുന്ന് അന്തർധാനം ചെയ്തതോടുകൂടി ആ സ്ഥലം ശുചീന്ദ്രം ക്ഷേത്രത്തിന് പകരം സ്ഥാണുനാഥാലയ ക്ഷേത്രം ആയി. അപ്പൊ അവിടെ ഇരുന്ന് അത്രി മഹർഷിയും ഈ അനസൂയാദേവി കുറെ കാലം തപസ് ചെയ്ത് എന്നിട്ട് അവിടെ നിന്നാണ് അവർക്ക് ആ നിർവ്വാണം അല്ലെങ്കിൽ ആ മുക്തി കിട്ടിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിനുശേഷം ദേവേന്ദ്രൻ അഹല്യ സംപ്രാപ്തിയുടെ ദോഷം തീർക്കാൻ വേണ്ടി തിളച്ച നെയ്യിൽ കുളിക്കുക, അതിലിറങ്ങി പാപം തീർക്കുക, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇന്ദ്രൻ ശുചിയായ സ്ഥലം, അതാണ് ശുചീന്ദ്രം എന്നുള്ള പേര് പിന്നീട് വന്ന പേരാണ്. നടുക്കില് മണ്ഡപം ഉള്ള ആ ക്ഷേത്രക്കുളം വളരെ പ്രസിദ്ധമാണ്. അപ്പൊ ആ കുളത്തിൽ കുളിച്ച് ഭഗവാനെ തൊഴുതാൽ അതുവരെ ഉണ്ടായിട്ടുള്ള മുഴുവൻ പാപങ്ങളും തീരുന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് അത്രി മഹർഷിയും ശുചീന്ദ്രവും തമ്മിലുള്ള ആ ഒരു കഥ. അപ്പൊ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക.